ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ കൂടെ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു ഗസ്റ്റാണ് നമ്മുടെ കൂടെ. ഞാൻ ഇന്ന് ചൈനയിൽ നിന്ന് ലാസ്റ്റ് ഡിന്നറിന് വേണ്ടിയിട്ട് കരിമ്പനയുടെ നാടായ പാലക്കാടിലത്തെ ഒരു ഗസ്റ്റാണ് നമ്മുടെ കൂടെ. അതുമല്ല, ഒരുപാട് അറിവുകളുടെ ഭണ്ഡാരമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഞങ്ങൾ 2-3 സ്ഥലത്ത് നമ്മൾ കറങ്ങാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ചൈന കറങ്ങുമ്പോൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ തമ്മിൽ സംസാരിച്ചപ്പോൾ എനിക്ക് അറിവിൻ്റെ ഒരു ഭണ്ഡാരമായിട്ടാണ് തോന്നിയത്. അപ്പോൾ ഞാൻ വിചാരിച്ചു, എന്തായാലും നമ്മുടെ ശ്രോതാക്കൾക്ക് അദ്ദേഹത്തിനെ പരിചയപ്പെടുത്താനും ഒരുപാട് കാര്യങ്ങൾ എനിക്ക് അറിയാനും പറ്റി. കുറച്ച് സമയമാണ് ഞങ്ങൾ ബസ്സിൽ ഒരുമിച്ചൊക്കെ പോയിട്ടുണ്ടായിരുന്നത്. പോയിപ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ആളായി, ഒരു വ്യക്തി, ഒരു മഹത് വ്യക്തി എന്നൊക്കെ പറയാം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നേരിട്ടിട്ട് ആളായിട്ട് പരിചയപ്പെടാം. സർ, ഗുഡ് ഈവനിങ് സർ. നമസ്കാരം ചേച്ചി. ഞാൻ എന്നെക്കുറിച്ച് പറയുന്നതിനുപരി എനിക്ക് രമചേച്ചിയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. കാരണം എനിക്ക് രവിയേട്ടനെ കുറച്ച് കാലമായിട്ട് അറിയാം. ഞാൻ ചൈനയിൽ വന്നിട്ടൊരു 4 വർഷമായിട്ട് എനിക്ക് പിന്നെ രമചേച്ചിയുടെ ബ്രദർ രവിയേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയില്ല. രമചേച്ചിയുടെ ബ്രദർ രവിയേട്ടൻ, ഞങ്ങൾ ഒരു അപ്പാർട്ട്മെൻറ്റിലാണ് ഒരുമിച്ച് താമസിക്കുന്നത്. ഒരു അപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ വേറെ ബിൽഡിങ്ങിലായിട്ട്. അപ്പോൾ രമചേച്ചി വന്നു. രമചേച്ചിയെ പിന്നെ ഞങ്ങളൊരു ട്രിപ്പ് പോകുന്ന സമയത്ത് പരിചയപ്പെടാൻ സാധിച്ചു. അപ്പോൾ അതായത് അറ്റ് ദിസ് ഏജ് ചിൽഡ്രൻ ഉണ്ട് ചേച്ചിക്ക്, എന്നിട്ടും ഇത്രയും എനർജറ്റിക്. അതായത് നമ്മൾ പോയ ഹില്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വാസ് വൺ ഓഫ് ദ പീക്കസ്റ്റ് ഹിൽസ് ഇൻ ചൈനയിലാണ്. അതിന് ശേഷവും ചേച്ചിയുടെ എനർജി, ദ വേ ഷീ വോണ്ട്സ് ടു നോ മോർ ആൻഡ് മോർ അബൌട്ട് എവറിത്തിങ്, അത് ശരിക്കും എന്താ പറയുക, ഭയങ്കരമായിട്ട് അഡ്മയർ ചെയ്തു ആക്ച്വലി ചേച്ചി, സത്യം പറയുകയാണെങ്കിൽ. സോ നൈസ് ടു മീറ്റ്. വി ആർ വെരി ഹാപ്പി ആക്ച്വലി ടു മീറ്റ് ഈ രമചേച്ചിയെ പോലെയുള്ള ആളുകളാണ് ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൻ്റെ എന്താ പറയുക ഒരു ബാക്ക് ബോൺ അല്ലെങ്കിൽ പില്ലേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ചേച്ചി ഇവിടെ വന്നിട്ടും ഒരു ദിവസം പോലും ചേച്ചി ഇരുന്നതായിട്ട് എനിക്കറിവില്ല. കാരണം ഇവിടെയുള്ള ഇന്ത്യൻസിൻ്റെ മുഴുവൻ പേഴ്സണൽ ബ്യൂട്ടീഷ്യനായിട്ട് ചേച്ചി മാറിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ചേച്ചി അവിടെ മന്ത്ലി ഏൺ ചെയ്തതിൻ്റെ ഇരട്ടി ഇവിടെ വന്നിട്ട് ഏൺ ചെയ്തിട്ടുണ്ട് ഒരു ഹോളിഡേ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. താങ്ക് യു. സാറിന്റെ പേര്? രാഹുൽ എന്നാണ് എൻ്റെ പേര്. രാഹുൽ. എൻ്റെ സ്വദേശം പാലക്കാട് കണ്ണാടിയിലാണ് എൻ്റെ സ്വദേശം. ഓക്കെ. നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ്, ഇപ്പൊ ഫാമിലി ഇവിടെ ആരൊക്കെയാണ്? എത്ര കാലമായി ഇവിടെ ചൈനയിൽ? ഞാനും എൻ്റെ ഭാര്യയും മകനും ഉള്ളത്. എൻ്റെ ഭാര്യയും എന്നോടൊപ്പം തന്നെ ഇന്റർനാഷണൽ സ്കൂളിൽ ടീച്ചറാണ്. ഞങ്ങൾക്കൊരു മകനുണ്ട്. അവനിപ്പോൾ 8ാം ക്ലാസ്സിലാണ്. ഇനി 9ാം ക്ലാസ്സിലേക്ക് പോകുന്നു. പിന്നെ എൻ്റെ കരിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ MSc BEd കഴിഞ്ഞു. 2003 ഞാൻ മാൽഡീവ്സിൽ, റിപ്പബ്ലിക് ഓഫ് മാൽഡീവ്സിൽ അവിടെ ജോയിൻ ചെയ്തു. പിന്നെ അവിടെ എന്താ പറയുക ഒരു 7-8 വർഷത്തോളം ഉണ്ടായിരുന്നു. 2010 വരെ മാൽഡീവ്സിലുണ്ടായിരുന്നു. അതിനുശേഷം 2010 ഞാനും ഭാര്യയും കൂടെ ഇന്തോനേഷ്യയിലേക്ക് പോയി, ജക്കാർത്തയിൽ. ഞങ്ങൾ അവിടെ ഒരു 8 വർഷം ഉണ്ടായിരുന്നു. അതിനുശേഷം 2019 ചൈനയിൽ സദേൺ പാർട്ട് ഗുവാങ്ജോയിൽ വന്നു, അവിടെ വർക്ക് ചെയ്തു. അതിനുശേഷം നിങ്ബോ എന്ന് പറയുന്ന നമ്മൾ ഈ താമസിക്കുന്ന ഈ സ്ഥലത്ത് വന്നിട്ട് ഇപ്പോൾ 4 വർഷമായി. ഇനി ഓഗസ്റ്റിൽ ഞങ്ങൾ ജപ്പാനിലേക്ക് പോകുന്നു. ജപ്പാനിലേക്ക് മൂവ് ചെയ്യുന്നു. ഇതൊക്കെ നമുക്കൊരു പ്രൗഡാണ്. ബിക്കോസ് നമ്മുടെ കേരളത്തിലത്തെ ആൾക്കാർ വന്നിട്ട് നമുക്ക് ഇവിടെ ഒരു ഇന്റർനാഷണൽ, അതുമല്ല അതിന്റെ മുമ്പ് എന്താ പറഞ്ഞ എവിടെയായിരുന്നു? മാൽഡീവ്സിലായിരുന്നു. അപ്പോൾ ഇന്റർനാഷണൽ സ്കൂളിലൊക്കെ ഒരു ട്രെയിനർ അല്ലെങ്കിൽ ടീച്ചറായിട്ട് ജോബ് ചെയ്യാന്ന് പറഞ്ഞാൽ അത്രയും സ്കില്ലില്ലാണ്ട് ഒന്നും നമുക്ക് ഇന്റർനാഷണലിൽ ഒരു ടീച്ചറായിട്ട് ജോബ് കിട്ടാൻ വരും. അതുമല്ല, സ്പെഷ്യലി ഇവർ ഹസ്ബൻഡ് ആൻഡ് വൈഫ് 2 പേരും ഇവിടെ ഇന്റർനാഷണൽ സ്കൂളിൽ ജോബ് ചെയ്യാന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ക്ലിക്ക് ചെയ്തു. ഇവർ ഒരു രക്ഷയില്ലാത്ത നോളേജ് ഒക്കെ ഉള്ള ആൾക്കാരാണെന്ന് എനിക്കറിയാം. അതുമല്ല, ഓൺലി ഇപ്പോൾ ഒരു ലെസൺ പഠിപ്പിക്കുക അല്ലെങ്കിൽ ഒരു സബ്ജക്ട് പഠിക്കുക, ഇപ്പോൾ ഒരു 8th സ്റ്റാൻഡേർഡ് ഞാൻ 11ഉം 12ഉം മാത്രമാണ് പഠിപ്പിക്കുന്നത്. പിന്നെ DP കോർഡിനേറ്റർ എന്ന് പറയും. അതായത് നമ്മുടെ നാട്ടിലൊക്കെ പറയില്ലേ ഹയർ സെക്കൻഡറി എന്ന് പറയും. അത് പിന്നെ +1 +2 എന്ന് പറയുന്നത് പോലെ ഞങ്ങൾ പഠിപ്പിക്കുന്ന ഇന്റർനാഷണൽ പറയുമ്പോൾ എല്ലാവർക്കും അറിയാൻ വേണ്ടിയിട്ട് പറയാണ്, ഇന്റർനാഷണൽ ബാക്കുലറേറ്റ് IB എന്ന് പറയുന്ന കോഴ്സാണ് ആക്ച്വലി നമ്മുടെ ഇന്റർനാഷണൽ സ്കൂളിൽ നമ്മൾ പഠിപ്പിക്കുന്നത്. അതായത് അതൊരു എന്താ പറയുക, പ്രൈമറിനെ നമ്മൾ PYP പ്രൈമറി ഇയർ പ്രോഗ്രാം. പിന്നെ നമ്മുടെ നാട്ടിൽ പറയില്ലേ എന്താ പറയുക UP അല്ലെ, അപ്പർ പ്രൈമറി എന്ന് പറയുന്നതിന് ഇവിടെ മിഡിൽ ഇയർ പ്രോഗ്രാം എന്ന് പറയും. പിന്നെ 11ഉം 12 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിപ്ലോമ പ്രോഗ്രാം എന്നാണ് അതിനെ പറയുക, DP. അപ്പൊ ഞാൻ ഡിപ്ലോമ പ്രോഗ്രാം. അപ്പൊ ഞാൻ DP കോർഡിനേറ്റർ ആണ്. അതായത് നമ്മൾ ഈ ഡിപ്ലോമ പ്രോഗ്രാം
IB ആയിട്ട് ഡയറക്റ്റ് കണക്ട് ചെയ്ത് എല്ലാ കാര്യങ്ങളും ആ പ്രോഗ്രാം എങ്ങനെയാണോ വർക്ക് ചെയ്യേണ്ടത് ആ ഡിപ്ലോമ പ്രോഗ്രാമിൻ്റെ കോർഡിനേറ്ററാണ് ഞാൻ. അത് ഈ വർഷം ഞാൻ ഡിപ്ലോമ പ്രോഗ്രാം കോർഡിനേറ്ററാണ്. അതിന് പുറമേ തന്നെ ഈ IBയുടെ എക്സാമിനറാണ്. അപ്പോൾ ഈ ഇന്റർനാഷണൽ സ്കൂളിൽ IB പേപ്പേഴ്സ് മാർക്ക് ചെയ്യുക, അതുപോലെ തന്നെ IB വർക്ക്ഷോപ്പ് ലീഡറാണ്. അപ്പോൾ നമ്മൾ ഓരോ സബ്ജക്റ്റിനും ഓരോ 6 വർഷം കൂടുമ്പോൾ സിലബസ് റിവ്യൂ ഉണ്ടാവും. അപ്പോൾ എല്ലാ ടീച്ചേഴ്സിനും ട്രെയിനിങ് കമ്പൽസറിയാണ് അവിടെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ട്രെയിൻ ചെയ്യും. അപ്പോൾ ഈ വർഷം ഞാൻ 2 ട്രെയിനിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്ന് വന്നിട്ട് ഷെൻചനിൽ, പിന്നെ ഒന്ന് ഷാങ്ഹായിൽ. ഇനി ഞാൻ സെപ്റ്റംബർ 27 തൊട്ട് 29 വരെ ജപ്പാനിൽ ടോക്കിയോയില് എവറി ഇയർ അറ്റ്ലീസ്റ്റ് 2 or 3 വർക്ക്ഷോപ്സ് നമ്മൾ അപ്ഡേറ്റ് നമ്മുടെ ടീച്ചേഴ്സിന് കൊടുക്കുന്നു. അപ്പൊ നമ്മൾ അത് ട്രെയിൻ ചെയ്യാനായിട്ട് നമുക്കൊരു 1 month ട്രെയിനിങ് IB വേറെ തരും. അതിൽ നമ്മൾ സക്സസ്ഫുൾ ആയെങ്കിൽ മാത്രമേ നമുക്ക് ടീച്ചേഴ്സിന് കൊടുക്കാൻ പറ്റൂ. ഭയങ്കര റെമ്യൂണറേഷൻ ആണ്. IBയുടെ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി, 5-star അക്കോമഡേഷൻ എല്ലാം അവർ തരും. ഭയങ്കര 2.5 days അല്ലെങ്കിൽ 3 days ആയിരിക്കും വർക്ക്ഷോപ്പ്. അത്രയും റെമ്യൂണറേഷൻ നമുക്ക് IB തരുകയും ചെയ്യും. അപ്പൊ നമ്മൾ പ്രൊഫഷണലി ഗ്രോ ചെയ്യുന്നു, നെറ്റ്വർക്ക് ഉണ്ട്. IB വളരെ നല്ലൊരു പ്ലാറ്റ്ഫോമാണ്. കേരളത്തിലും ഒരുപാട് എമർജ് ചെയ്യുന്നുണ്ട്. ടിസ് ട്രിവാൻഡ്രം ഇന്റർനാഷണൽ സ്കൂൾ ഈസ് ആൻ IB സ്കൂൾ. അതെനിക്കറിയാം. അവിടെ എനിക്കറിയാവുന്ന 1-2 കൊളീഗ്സ് ഉണ്ട് ജക്കാർത്തയിൽ എൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ളവർ. അങ്ങനെ ഇപ്പം ഞങ്ങളുടെ സ്കൂളിൽ ശരിക്കും പറയുകയാണെങ്കിൽ ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഇന്ത്യൻസ് ആയിട്ട്. ദാറ്റ് ഈസ് വെരി ഗ്രേറ്റ്. എസ്പെഷ്യലി ഞങ്ങൾ മലയാളികൾക്ക് അതൊരു പ്രൗഡാണ്. ചൈനയിൽ ഒരുപാട് ഇന്ത്യൻസ് ഉണ്ട്, ആസ് ടീച്ചേഴ്സ് ഉണ്ട്, പക്ഷെ മലയാളികൾ കുറവാണ് കമ്പാരിറ്റീവ്ലി. സാറിന് ഇപ്പോ ചൈനയിൽ വന്നിട്ട് ഇപ്പോ എവിടെയെങ്കിലും ഒരു ചൈന ലാംഗ്വേജ് യൂസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? മീൻസ് ചൈന ലാംഗ്വേജ് വേണമെന്ന് അങ്ങനെ കുറച്ച് അറിഞ്ഞാൽ നല്ലതാണെന്ന് തോന്നിയിട്ടുണ്ടോ? അത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് രമേശ് എന്നോട് ചോദിച്ചത്. ചൈന ലാംഗ്വേജ് സത്യം പറയുകയാണെങ്കിൽ ഇപ്പൊ ഞാൻ 5 വർഷമായി ചൈനയിൽ, എനിക്ക് 2 വാക്കേ അറിയുള്ളൂ. അത് വെച്ചാണ്, അതൊരു സർപ്രൈസിങ് ആയിരിക്കും. കാരണം അത് വെച്ചാണ് ഈ 5 വർഷം ഞാൻ മാനേജ് ചെയ്തത്. അപ്പൊ എങ്ങനെ മാനേജ് ചെയ്തു എന്നുള്ളതെന്ന് ചോദിച്ചാൽ നമുക്ക് ട്രാൻസ്ലേറ്റർ ഉണ്ട്. അപ്പോൾ ആ ട്രാൻസ്ലേറ്ററിൽ വെച്ചിട്ട് നമ്മൾ അടിക്കുന്നു, അവർക്ക് കാണിച്ചു കൊടുക്കുന്നു, ആ ഫീഡ്ബാക്ക് അനുസരിച്ച് ചെയ്യുന്നു. പിന്നെ മോസ്റ്റ്ലി നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോകുന്നു, എടുക്കുന്നു. അപ്പൊ പിന്നെ ആ കമ്മ്യൂണിക്കേഷൻ വരുന്നില്ല. പിന്നെ നമ്മുടെ വീട്ടിൽ വരുന്ന മെയ്ഡ് ആണെങ്കിലും നമ്മൾ ട്രാൻസ്ലേറ്റർ ഉപയോഗിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. സ്കൂളിൽ എത്തുന്ന സമയത്ത് ആ പ്രശ്നം ഉദിക്കുന്നില്ല. ബിക്കോസ് എല്ലാവർക്കും ഇംഗ്ലീഷ് അറിയാം. മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ഇംഗ്ലീഷ് ആണ്, എല്ലാ ടീച്ചേഴ്സിനും ഇംഗ്ലീഷ് അറിയാം. അതുകൊണ്ട് അതൊരു പ്രോബ്ലം ആയില്ല. പിന്നെ ഒരു 2nd year ഒക്കെ ആകുമ്പോഴത്തേനും എൻ്റെ മകൻ, അവന് കമ്പൽസറി ആയിട്ട് ചൈനീസ് പഠിക്കേണ്ടത് കൊണ്ട് അവനാണ് ഞങ്ങളുടെ സ്പെഷ്യൽ ഒരു സബ്ജക്ട് ലാംഗ്വേജ് എടുക്കണമെങ്കിൽ ചൈന ലാംഗ്വേജ് എന്തായാലും റൂറൽ ലാംഗ്വേജ് എടുക്കണം. അപ്പൊ അവൻ വളരെ ഫ്ലുവന്റ് ആണ്, അവന് എല്ലാ ചൈനീസ് നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അറിയും. അപ്പൊ ഞങ്ങളുടെ ലൈഫ് ബിക്കോസ് ഓഫ് ഹിം ഇപ്പൊ കുറെ കൂടെ സ്മൂത്ത് ആണ് എവിടെ പോവാനാണ്. അപ്പൊ പേഴ്സണലി ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പൊ ചൈനയിൽ വന്ന ചൈനീസ് ലാംഗ്വേജ് പഠിച്ചു കഴിഞ്ഞാൽ നല്ലതാണോ സർ പറയണത്? ഭയങ്കര ബെനിഫിറ്റ് ആണ് ചൈനീസ് ലാംഗ്വേജ് അറിഞ്ഞു കഴിഞ്ഞാൽ. ഭയങ്കര ബെനിഫിഷ്യൽ ആണ്. കാരണം കോമൺ മാനുമായിട്ടൊക്കെ നമുക്ക് സംസാരിക്കാൻ അവർ ഒത്തിരി ഇങ്ങനെ നമ്മുടെ ഭയങ്കര ഹോസ്പിറ്റാലിറ്റി അല്ലെങ്കിൽ അറിഞ്ഞ് സംസാരിക്കണമെന്ന് ആഗ്രഹമുള്ള ആളുകളാണ്. പക്ഷെ നമുക്ക് ലാംഗ്വേജ് അറിയാത്തത് കൊണ്ട് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഇടയ്ക്ക് എന്തായാലും ഫീൽ ചെയ്യാറുണ്ട്. അതർവൈസ് ലൈഫ് ഈസ് വെരി ഗുഡ് ആൻഡ് വെരി സ്മൂത്ത്. എനിക്ക് അതായത് ഇപ്പം നമ്മുടെ നാട്ടിലൊരു അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫീലിംഗ് ഉണ്ടാവും, ചൈന ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ജീവിക്കാൻ, അല്ലെങ്കിൽ ആളുകൾ മിംഗ്ലി ഉണ്ടാവില്ല, ലാംഗ്വേജ് അറിയാതെ എങ്ങനെ ജീവിക്കും. പക്ഷെ ഈ 5 വർഷം ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും തോന്നിയിട്ടില്ല. വി ആർ വെരി ഹാപ്പി ടിൽ ദ ലാസ്റ്റ് ഡേ. ഇപ്പം നമ്മളിപ്പോൾ വേറൊരു രാജ്യത്തേക്ക് ജപ്പാനിലേക്ക് മൂവ് ചെയ്യണമെന്നുള്ള നമ്മുടെ പേഴ്സണൽ അല്ലെങ്കിൽ പ്രൊഫഷണൽ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ പേഴ്സണൽ മോട്ടിവേഷൻ മാക്സിമം കൺട്രീസിൽ നമുക്ക് കവർ ചെയ്യാം എന്നുള്ള ഒരു ഒബ്ജക്റ്റീവ് അല്ലാതെ കവർ ചെയ്യാം, പിന്നെ എക്സ്പ്ലോർ ബിക്കോസ് ദൈവം സൃഷ്ടിച്ച ബ്യൂട്ടിഫുൾ ആയ കൺട്രി എല്ലാ കൺട്രിയിലും കവർ ചെയ്യാവുന്നിടത്തോളം നമുക്ക് കാണാൻ പറ്റിയാൽ അതൊക്കെ ആയിരിക്കും നമുക്കൊരു എന്താ പറയാ നമ്മുടെ ഒരു സമ്പാദ്യം അല്ലെ എന്ന് വിചാരിക്കുന്നത്. ഇപ്പൊ ഞാൻ ഇപ്പോഴും വിചാരിക്കും ഇന്തോനേഷ്യയിൽ 8 വർഷം ഞാൻ സ്പെൻഡ് ചെയ്തത് ഒരു 4 years കഴിഞ്ഞിട്ട് വേറൊരു കൺട്രി പോയിരുന്നെങ്കിൽ ഐ കുഡ് ഹാവ് എക്സ്പ്ലോർഡ് ദാറ്റ് കൺട്രി. ഒരു കൺട്രിയും കൂടെ എക്സാക്ട്ലി. പിന്നെ സാർ ഇപ്പോൾ ഇന്റർനാഷണൽ സ്കൂളിലെ ഒരു ടീച്ചറാണ്. അപ്പൊ എന്താണ് ഡിഫറൻസ് സാധാരണ ഒരു സ്കൂളും പിന്നെ ഈ ഒരു ഇന്റർനാഷണൽ സ്കൂളിലും? എന്ത് ഫെസിലിറ്റീസ് ആണ് നമുക്ക് ഇപ്പൊ കിട്ടുന്നത്? ഇപ്പൊ ഈ സ്കൂളിൽ ഇപ്പൊ സാർ പഠിപ്പിച്ചു, അപ്പൊ അതിനെ കുറിച്ചിട്ട് നമുക്ക് കുറച്ച് എന്താണ്, ബിക്കോസ് ഞാനിപ്പോൾ ചോദിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുള്ള ഫിനാൻഷ്യലി ഒരുപാട് ബുദ്ധിമുട്ട് ബാക്ക്വേർഡ് ഉള്ള ആൾക്കാർ പോലും ഒരുപാട് ലോൺ എടുത്തിട്ട്
എടുത്തിട്ട് വീട് പണയപ്പെടുത്തിയിട്ട് ഇതിനൊക്കെ പറഞ്ഞിട്ട് ഇന്റർനാഷണൽ അല്ലെങ്കിൽ അബ്രോഡിലേക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് പോകണം. അപ്പോൾ ഞാൻ ഇത് ഇപ്പോൾ ഒരു യൂട്യൂബർ ആയി, കാരണം എനിക്ക് ഏകദേശം എല്ലാം ഒന്ന് കവർ ചെയ്യണം, എന്താണ് ഇവിടെ നടക്കുന്നത് എല്ലാത്തിനെയും കുറിച്ചിട്ട് ഒരു അവെയർനെസ് വേണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ നോക്കിയപ്പോൾ ആരെങ്കിലും ഇപ്പോൾ എൻ്റെ പാർലറിൽ വന്നിട്ട് ഇപ്പോൾ പഠിക്കാൻ അല്ലെങ്കിൽ പഠിക്കുന്ന കുട്ടികൾ എന്താ ചെയ്യണേ നമ്മൾ ജസ്റ്റ് ഒന്നും ചോദിക്കില്ല. അപ്പോൾ ചോദിക്കുമ്പോൾ അവർ പറയും +2 കഴിഞ്ഞിട്ട് അവർ അബ്രോഡ് പോവാണ്, അവിടെ പോവാണ്, ഇവിടെ പോവാണ്, MBA ചെയ്യാൻ അങ്ങനെ പോവാണ്. വൈ, എന്തിനാണ് അവരെല്ലാവരും ഇങ്ങനെ ഒരു, അതായത് വീട് പണയം വെച്ചിട്ടും ലോൺ എടുത്തിട്ടും അവർ പുറത്തു പോയി പഠിക്കണം എന്നുള്ള ഒരു മെന്റാലിറ്റി അല്ലെങ്കിൽ ഒരു തിങ്കിങ് എന്തുകൊണ്ട് വരുന്നു? എക്സലന്റ് ക്വസ്റ്റ്യൻ മാം. താങ്ക് യു. ഓക്കെ, അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഫസ്റ്റ് പാർട്ട്, ഞാൻ സാധാരണ മലയാളം മീഡിയത്തിൽ പഠിച്ച ഒരു സാധാരണ ഒരു സ്റ്റുഡൻ്റ് ആണ്. എബോവ് ആവറേജ് ഒന്നും അല്ലാതെ ഒരു ആവറേജ് ആയിട്ട് പഠിക്കുന്ന, അതായത് മാത്തമാറ്റിക്സിനൊക്കെ ഇൻഹിബിഷനുള്ള, അതുകൊണ്ട് ബയോളജി എടുത്ത ഒരു സാധാരണ ഒരു സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ എനിക്ക് കുറച്ചൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മുടെ നാട്ടിലെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ആളുകൾക്ക് ഒരുപാട് ചെയ്യാൻ പറ്റും. പിന്നെ ഡിഫറൻസ് ബിറ്റ്വീൻ ഇന്റർനാഷണൽ സ്കൂൾ ആൻഡ് നമ്മുടെ സ്കൂൾ, ഞാൻ സാധാരണ സ്കൂളിൽ പഠിച്ചുകൊണ്ട് മലയാളം മീഡിയത്തിലാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഇന്റർനാഷണൽ സ്കൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലും ഒരുപാട് അത് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ IB കുറിച്ച് പറയണം, ഞാനിപ്പോൾ ഇന്റർനാഷണലിൽ തന്നെ കേംബ്രിഡ്ജ് കരിക്കുലം പഠിപ്പിച്ചിട്ടുണ്ട്, IGCSE പഠിപ്പിച്ചിട്ടുണ്ട്, A-level പഠിപ്പിച്ചിട്ടുണ്ട്, എന്നിട്ടാണ് ഞാൻ IB-യിലേക്ക് വരുന്നത്. അപ്പോൾ ഈ IGCSE A-level എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ബ്രിട്ടീഷ് കോളനി ആയിരുന്നത് കാരണം ബ്രിട്ടീഷ് സിസ്റ്റമാണ് നമ്മളിപ്പോഴും, എഡ്യൂക്കേഷൻ സിസ്റ്റമാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്, ബ്രിട്ടീഷ്. അപ്പോൾ ഈ IGCSE A-level എന്ന് പറയുന്ന സമയത്ത് നമുക്കൊരു വലിയ വ്യത്യാസം തോന്നില്ല. കാരണം ഒരു പരിധിവരെ നമ്മൾ പഠിക്കുന്നു, ബുക്കിഷ് പഠിക്കുന്നു, അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഫാക്ച്വൽ നോളേജിന്റെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുന്നു. അതാണ് സാധാരണ A-levelലും കേംബ്രിഡ്ജ് ഇന്റർനാഷണൽ സ്കൂൾസിലും മോസ്റ്റ് ഓഫ് സ്കൂൾ അത് ഫോളോ ചെയ്യുന്നത്. പക്ഷേ IB-യിൽ എത്തുമ്പോൾ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്കിൽഫുൾ ലേണിംഗ് ആണ് ആക്ച്വലി. അതായത് ആപ്റ്റിറ്റ്യൂഡ് ടു ലേൺ, ആപ്റ്റിറ്റ്യൂഡ് ടു ടീച്ച്, പിന്നെ ലേണർ പ്രൊഫൈൽ എന്ന് പറയും. അത് ഒരു ലേണറിന് വേണ്ട 10 പ്രൊഫൈൽസ്. ഓക്കെ, വാട്ട് ഈസ് ദാറ്റ്? വാട്ട് ഫസ്റ്റ് ഇൻക്വയറർ, തിങ്കർ, യുനോ, ഓപ്പൺ മൈൻഡഡ്, ഓക്കെ, റിഫ്ലക്റ്റീവ്, ഓക്കെ, റിസ്ക് ടേക്കർ, ഓക്കെ, തിങ്കിങ്, ക്രിട്ടിക്കൽ തിങ്കിങ്, അങ്ങനെ ഒരു 10 ആട്രിബ്യൂട്ട്സ് ഉണ്ട്. നമ്മൾ എപ്പോഴും ആ 10 ആട്രിബ്യൂട്ട്സും ആപ്റ്റിറ്റ്യൂഡ് ടു ലേണിംഗ്, ATL സ്കിൽസ് എന്നാണ് നമ്മൾ അതിനെ പറയാം. അപ്പൊ അതിനകത്ത് സെൽഫ് മാനേജ്മെന്റ്, ഒരു 5 സ്കില്ലിൽ സെൽഫ് മാനേജ്മെന്റ് വേണം, തിങ്കിങ് വേണം. ഓക്കെ, അപ്പൊ അതെല്ലാം നമ്മൾ എങ്ങനെ കുട്ടികളിൽ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഡിഫറെന്റ് മെന്റാലിറ്റി, ഡിഫറെന്റ് തിങ്സിലാണ് അതാണ് വേണ്ടത്. കാരണം അങ്ങനെ ഓവറോൾ ഡെവലപ്മെന്റ് ഓഫ് എ പേഴ്സൺ. ഇപ്പൊ നോക്കൂ, നമ്മളിപ്പോ ബയോളജിയിൽ സ്ട്രക്ചർ ഓഫ് എ ഹാർട്ട് ഒരു കുട്ടി പഠിക്കുകയാണ്, അത് എവിടെയാണ് രമചേച്ചി യൂസ് ചെയ്തിട്ടുള്ളത് ലൈഫിൽ? ഇല്ലേ, നമ്മൾ പറയും മലയാളത്തിൽ പ്രകാശ സംശ്ലേഷണം അല്ലെങ്കിൽ ഫോട്ടോസിന്തസിസ് ടേക്ക് പ്ലേസ് ചെയ്യണോ, നമ്മളതിങ്ങനെ ബൈ ഹാർട്ട് ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നു, പരീക്ഷ എന്ന് വരുന്നു അല്ലെ. അത് അങ്ങനെ ആയിരുന്നു. ഇത് ഇപ്പൊ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു സിനാരിയോ അല്ലെങ്കിൽ സിറ്റുവേഷൻ തരികയാണ്, എന്താണ് ഇവിടെ സംഭവിക്കുന്നത്, യു ഡു യുവർ റിസർച്ച് ആൻഡ് വാട്ട് ഈസ് ദി ഔട്ട്കം, യു റിഫ്ലക്ട്. അതിനുള്ള ഫ്രീഡം ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് സ്ട്രക്ചർ ചെയ്യുന്നു, സിലബസ് സ്ട്രക്ചർ ചെയ്യുന്നു. അപ്പൊ കുട്ടികൾ തന്നെ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഇപ്പോൾ രമചേച്ചി ഞാനിങ്ങനെ 1 മണിക്കൂർ ഇരുന്ന് പഠിപ്പിക്കുകയാണ്. ഒരു മനുഷ്യന്റെ അറ്റൻഷൻ സ്പാൻ എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് മേ ബി 5 to 7 minutes. മൈൻഡ് മാറില്ല. പക്ഷെ ഇതാവുമ്പോൾ ബിക്കോസ് ഇൻക്വയറർ ആയിരിക്കണം എന്നാ പറയുന്നത്, ലൈഫ് ലോങ് ലേണർ ആയിരിക്കണം. അപ്പൊ ആ ഇൻക്വിസിറ്റീവ് ആണെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ അറിയും. നമ്മൾ അതെല്ലാം എന്താ പറയുക ക്രോഡീകരിച്ച് റെഡിയാക്കും. അതെല്ലാം നമ്മൾ എന്താ പറയുക പോയിന്റ്സ് ആക്കി നമ്മുടെ മനസ്സിലുണ്ടാവും. അതിനനുസരിച്ചിട്ടുള്ള ടാസ്കുകൾ ആസ് പെർ ദ ഏജ് നമ്മൾ കൊടുക്കുന്നു കുട്ടികൾക്ക്. അതാണ് പ്രൈമറി തൊട്ടിട്ട് MYP വരെ, അതായത് നമ്മുടെ ഒരു 10ാം ക്ലാസ് വരെ കുട്ടികൾ അങ്ങനെ LKG to 10ാം ക്ലാസ്. എന്റെ മകൻ അത് തന്നെയായിരുന്നു, ഈ IB കരിക്കുലം തന്നെയാണ് ചെയ്തിരുന്നത്. അതുകൊണ്ട് ഇൻഹിബിഷൻ ഇല്ല അവിടെ. എന്ത് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാലും കറക്റ്റ് ആയിട്ട് ചെയ്യും. പിന്നെ 11ഉം 12ഉം എത്തുന്ന സമയത്ത് ഈ പഠിച്ച സ്കില്ലുകളെല്ലാം ഇൻവോൾവ് ചെയ്തുകൊണ്ട് കണ്ടന്റ് വെച്ച് കോൺസെപ്റ്റ് നോളേജ് എന്നാണ് പറയാ. നമ്മൾ കോണ്ടന്റ് അല്ല, കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ എന്താണോ അത് പഠിക്കുന്നത്. ഇത് നമ്മൾ കോൺസെപ്റ്റ് ആണ് പഠിക്കുന്നത്. അപ്പോൾ ആ കൺസെപ്റ്റ് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ രമചേച്ചിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ രമചേച്ചിക്ക് ഒരു ബ്യൂട്ടീഷ്യൻ, അതിന് രമചേച്ചിക്ക് കോൺസെപ്റ്റ് അറിയുന്നത് കൊണ്ടാണ് ആ കോൺസെപ്റ്റ് ഓരോ ഫേസസിലും അത് ഡിഫറെന്റ് ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് അല്ലെ. ഇപ്പൊ രമചേച്ചിക്ക് ഇങ്ങനെ പറയണം, ഇപ്പൊ നമ്മളൊരു ഐബ്രോ എടുക്കുമ്പോൾ ഫസ്റ്റ് ഇതെടുക്ക്, സെക്കൻഡ് ഇതെടുക്ക് എന്ന് പറഞ്ഞ് ആ ബേസിക് അതല്ലാതെ ഇതിങ്ങനെ ചെയ്യണം എന്ന് പറയുന്ന ഒരു കോൺസെപ്ച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും.
ആയിട്ടുള്ള സ്കില്ല്, അതാണ് ആക്ച്വലി IB പഠിപ്പിക്കുന്നത്. അതാണ് അത്. കാരണം നമ്മളിപ്പോൾ പഠിത്തം മാത്രമല്ല, അവിടെ ക്രിയേറ്റിവിറ്റി ആക്ടിവിറ്റി സർവീസ് എന്ന് പറഞ്ഞിട്ടൊരു കോർ ഉണ്ട്. അതായത് സർവീസ് പ്രോഗ്രാം ചെയ്യണം, നമ്മൾ ഫിസിക്കൽ ഫിറ്റ്നസ് വേണം, അത് പിന്നെ ഒരു എക്സ്റ്റെൻഡഡ് എസ്സേ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എല്ലാ ഫോറിൻ യൂണിവേഴ്സിറ്റികളിലും നമ്മൾ ഒരു ലോങ് എസ്സേ എഴുതാൻ കമ്പൽസറി ആണ്. അപ്പൊ അത് ഒരു കോർ ഇതുണ്ട്. പിന്നെ അതുപോലെ തന്നെ തിയറി ഓഫ് നോളജ്, ഹൗ ഡു വി നോ ദാറ്റ്. രമചേച്ചി പറയുന്നത് ദിസ് ഇസ് റെഡ് കളർ അല്ലെ, അപ്പൊ അത് എങ്ങനെയാണ് രമചേച്ചിക്ക് ഇത് റെഡ് ആണെന്ന് അറിയുന്നത്? അത് ശരിക്കും റെഡ് ആണോ? അപ്പൊ അങ്ങനെയുള്ള നോളജ് ക്വസ്റ്റ്യൻസ്, അപ്പൊ അതിനു വേണ്ടി ഒരു തിയറി ഓഫ് നോളജ്. അപ്പോൾ എങ്ങനെയാണ് ഈ നോളജിലേക്ക് നമ്മൾ എത്തിപ്പെട്ടത്? അപ്പൊ ഇതെല്ലാം കൂടെ കഴിയുമ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ആ ഒരു ചൈൽഡ് യൂണിവേഴ്സിറ്റിയിൽ റെഡി. പിന്നെ ഈ IB എന്ന് പറഞ്ഞാൽ വളരെ ഇന്റൻസ് പ്രോഗ്രാം ആണ്. ഇറ്റ്സ് നോട്ട് ദാറ്റ് ഈസി, വളരെ ഇന്റൻസ് ആണ്, ഹാർഡാണ് ആക്ച്വലി. അപ്പോൾ നമ്മുടെ നാട്ടിലുണ്ട് അങ്ങനെയുള്ള പ്രോഗ്രാം, പക്ഷെ ഇത് കുറേയും കൂടെ കറക്റ്റായിട്ട് ഫ്രെയിം വർക്കിൽ ചെയ്യുന്നത് കൊണ്ട് കുട്ടികൾ ബെനിഫിറ്റഡ് ആണ്. പിന്നെ ഫോറിൻ യൂണിവേഴ്സിറ്റികൾ എല്ലാ കുട്ടികൾക്കും majority of the universities provide them a freedom of 6 months, very basic task കൊടുക്കുള്ളൂ. കാരണം once they have completed first semester അവർ യൂണിവേഴ്സിറ്റി ചെല്ലുമ്പോൾ they get the privilege. ഇപ്പൊ സാർ ഈ പറഞ്ഞ സംഭവം ഏത് ക്ലാസ് തൊട്ടാണ് ഇപ്പൊ അവരിനെ അനലൈസ് ചെയ്യുക? അവരിപ്പോ അതായത് 1ാം ക്ലാസ് തൊട്ടിട്ട് അവർ വാച്ച് ചെയ്തു. കാരണം എന്റെ മകൻ PYP തൊട്ടിട്ട് ഈ IB പ്രോഗ്രാം ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇതുവരെ. അപ്പൊ തൊട്ട് അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു സിനാരിയോ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും, അവനത് ഐഡന്റിഫൈ ചെയ്ത് കാര്യങ്ങൾ വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ അപ്പോഴും എന്റെ ബാക്ക് ഓഫ് മൈൻഡിൽ നമ്മളൊരു സാധാരണ കുടുംബത്തിൽ നിന്ന് നമ്മൾ പഠിച്ച ഒരു വേ അല്ലല്ലോ ഇപ്പൊ ഇവിടെ പഠിക്കുന്നത്. അതുകൊണ്ട് എപ്പോഴും ബാക്ക് ഓഫ് മൈൻഡിൽ ഡൗട്ട് എപ്പോഴും ജനറേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. Am I doing a right thing for my son? Am I doing a right thing? Me as a parent, as a teacher, ഞാൻ വളരെ ഹാപ്പിയാണ്. I know that. പക്ഷെ is he going on a right track എന്നുള്ള സ്ട്രെസ് എനിക്കുണ്ടായിരുന്നു. പക്ഷെ ഓരോ ക്ലാസ്സുകൾ കഴിയുമ്പോഴും എനിക്ക് മനസ്സിലായി he's more capable. ഇതെന്റെ പേഴ്സണൽ ഇതാണ്. ഇപ്പൊ ഒരു കുട്ടികളുടെ പറയുന്ന പോലെയല്ല, എന്റെ വീട്ടില് എന്റെ മകന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോ ടു മെന്റാലിറ്റി, പാരന്റ്സിന്റെ മെന്റാലിറ്റിയും ഒരു ടീച്ചറിന്റെ മെന്റാലിറ്റി. ബിക്കോസ് ടീച്ചർ നോ എന്താണ് ഇപ്പൊ അടുത്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ശരിക്കും പറയുകയാണെങ്കിൽ എക്സ്പെരിമെന്റ് എന്റെ മകനിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണല്ലോ. അപ്പോൾ ശരിക്കും എന്താ പറയുക, ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഈ കരിക്കുലത്തിനെ കുറിച്ചിട്ടും. ബിക്കോസ് ഇപ്പൊ രാത്രി എണീറ്റിട്ട് എന്തെങ്കിലും ഒരു കാര്യത്തെ കുറിച്ചിട്ട് യു ഗോ ആൻഡ് സ്പീക്ക് 100 വേർഡ്സ്, അല്ലെങ്കിൽ യു പാർട്ട് ഓഫ് എ പബ്ലിക് ഡിബേറ്റ്. ഇതിന്റെ സയൻസ് ബാക്ക്ഗ്രൗണ്ട് എന്താണ്, അല്ലെങ്കിൽ ഇതിന്റെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് ചോദിച്ചാൽ ഉറക്കത്തിൽ പോലും അവന് പറയാൻ പറ്റും. കാരണം he did not do by heart. ഇപ്പോ ഈ ഗ്രീക്ക് മിത്തോളജി ഫ്രം ദി ഹാർട്ട് അല്ല. കാരണം അത്രയും ഒരു ഹിസ്റ്ററി പഠിക്കുമ്പോൾ, ഗ്രീക്ക് ഹിസ്റ്ററി പഠിക്കുമ്പോൾ ഇവർക്ക് ഇവരുടേതായ ഒരു ടോപ്പിക് സെലക്ട് ചെയ്ത് പ്രസന്റ് ചെയ്തൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരുപാട് റിസർച്ച് ചെയ്യുന്നു. അപ്പൊ റിസർച്ച് ചെയ്യുന്ന സമയത്ത് കുറേ കാര്യങ്ങൾ അനലൈസ് പഠിക്കുകയാണ്. ഇപ്പൊ ഇന്ത്യയുടെ പൊളിറ്റിക്കൽ സിനാരിയോ ഇന്ന് ചോദിച്ചു കഴിഞ്ഞാൽ he will be able to talk about it. അവന് ബൈ ഹാർട്ട് ആക്കേണ്ട ആവശ്യമില്ല. ഗ്രീക്ക് ചോദിച്ചോളൂ, ഹിസ്റ്ററി അറിയാം, ഡ്രാമ, ഇതൊക്കെ ഈ സ്കില്ല് കൊണ്ടാണ്. കാരണം ഞാൻ ഡ്രാമയിൽ 0 ആണ്, ഭയങ്കര ഇൻവേർട്ടഡ് പേഴ്സൺ ആണ്. സ്പോർട്സിൽ ഞാൻ ബിഗ് 0 ആണ്, എനിക്കറിയില്ല. ബട്ട് ഇവര് ട്രെയിൻ ചെയ്യുന്നുണ്ട് പല സ്പോർട്സും. സോ ഹീസ് ഇൻ ടു സ്പോർട്സ്. ഇതൊന്നും ഞാൻ ട്രെയിൻ ചെയ്തതല്ല, ഇതെല്ലാം കെയിം ത്രൂ IB പാക്കേജ് അല്ലെങ്കിൽ ഒരു ഇന്റർനാഷണൽ എഡ്യൂക്കേഷനിൽ കൂടെ വന്നതാണ്. കാരണം എനിക്കറിയാലോ ഞാൻ ആരാണ് എന്ന് എനിക്കറിയാം. അപ്പോൾ ദ സ്കിൽസ് വാട്ട് ഹീസ് ഗെറ്റിംഗ്, ശരിക്കും പറയുകയാണെങ്കിൽ എൻവിറോൺമെന്റ് അല്ലെങ്കിൽ സറൗണ്ടിങ് അവൻ്റെ സ്കൂളുകൾ കൊടുത്തതാണ്. കാരണം ഇതവന്റെ 1, 2, 3 തേർഡ് ഇന്റർനാഷണൽ സ്കൂളാണ്. അവൻ 4ാമത്തെ ഇന്റർനാഷണൽ സ്കൂളിലേക്കാണ് പോകാൻ പോകുന്നത്. അപ്പോൾ ആ സ്കൂളുകൾ അല്ലെങ്കിൽ അവന്റെ ആ സിസ്റ്റം, അവന്റെ ടീച്ചേഴ്സ് കൊടുത്തിട്ടുള്ള അറിവാണ് അവനിൽ ഇതാക്കിയത്. അത് തന്നെയാണ് അവന്റെ കൂടെ പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിലും എല്ലാവർക്കും. പിന്നെ യൂണിവേഴ്സിറ്റികളിൽ എന്തുകൊണ്ട് നമ്മുടെ കുട്ടികൾ പോകുന്നു എന്നുള്ള കാര്യം, അത് കുറച്ച് കോൺട്രവേഴ്സ്യൽ ആയ ക്വസ്റ്റ്യൻ ആണ് ആക്ച്വലി. ഞാൻ MSc BEd കഴിഞ്ഞിട്ട് വന്ന ആളാണ്. പക്ഷെ എനിക്ക് ഇന്റർനാഷണൽ സ്കൂളുകളിൽ കിട്ടണമെങ്കിൽ നമ്മുടെ BEd പല എംപ്ലോയേഴ്സും അല്ലെങ്കിൽ പല കൺട്രീസും റെക്കഗ്നൈസ് ചെയ്തിട്ടില്ല. അപ്പൊ എനിക്ക് യൂണിവേഴ്സിറ്റി ഓഫ് നോട്ടിംഗ്ഹാമിന് വേറൊരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻ എഡ്യൂക്കേഷൻ ചെയ്യേണ്ടി വന്നു. ശരി. ഞാനപ്പോ യൂണിവേഴ്സിറ്റി ഓഫ് നോട്ടിംഗ്ഹാമിന് വീണ്ടും എഡ്യൂക്കേഷനിൽ മാസ്റ്റേഴ്സ് ചെയ്തു. അപ്പൊ അത് കാരണമാണ് നമ്മുടെ റെസ്യൂമെ വിസിബിൾ ആവുന്നതും, അല്ലെങ്കിൽ ഹി ഓൾസോ ഗോട്ട് ആൻ മാസ്റ്റേഴ്സ് ഡിഗ്രി. അത് ചെയ്യുമ്പോൾ ഇപ്പൊ നമുക്ക് അതിന് ഇത്ര മാർക്ക്, ഇപ്പൊ നമ്മൾ ഇന്ത്യയിൽ പഠിച്ച കാരണം ബേസിക് നമ്മൾ അവിടെ പഠിച്ചിട്ട് സാർ ഇപ്പൊ ഇങ്ങോട്ട് ഒരു പോകുമ്പോ അതിന് ഇത്ര മാർക്ക് കിട്ടണം, അങ്ങനെ ബിക്കോസ് മാസ്റ്റേഴ്സ് ഉണ്ട്, പ്ലസ് യു ഹാവ് ടു ഹാവ് എ മിനിമം ഇയേഴ്സ് ഓഫ് ഇന്റർനാഷണൽ ടീച്ചിങ് എക്സ്പീരിയൻസ്. അപ്പൊ
അപ്പോൾ അതും കൂടെ ആയപ്പോൾ ക്വൈറ്റ് കംഫർട്ടബിൾ ആയിട്ട് എനിക്ക് പിന്നെ IELTS എഴുതണം, എല്ലാത്തിലും 7 സ്കോർ വരണം. നോർമൽ എന്താണോ ഒരു ഫോറിൻ യൂണിവേഴ്സിറ്റിയുടെ criteria to get an admission. I went through. പിന്നെ എന്താ പറയുക, നമുക്ക് ഫേസ് ടു ഫേസ് ക്ലാസ്സസ് പെർ സെമസ്റ്റർ ഉണ്ടാവും, അത് അറ്റൻഡ് ചെയ്യുന്നു. ഞാനൊക്കെ കൊല്ലാലംപൂർ മലേഷ്യൻ കോഹോട്ടിലായിരുന്നു, അപ്പോൾ അവിടെ പോകുന്നു, നമ്മൾ അറ്റൻഡ് ചെയ്യുന്നു. Not that much, because I have seen my many colleagues have done the same course. So it was not basically difficult. They share. That is what actually, നമ്മൾ എപ്പോഴും നമുക്ക് കിട്ടുന്ന ചെറിയ അറിവ് പോലും ഷെയർ ചെയ്യുക, അതാണ് വേണ്ടത്. കാരണം ഒരു നാരോ മൈൻഡഡ് അല്ല, അത് ഓപ്പൺ മൈൻഡഡ് ആകും. കാരണം ബിക്കോസ് നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് ഒരു ബബിൾ പോലെ അല്ലെ, നാളെ നമ്മൾ പൊട്ടാം അല്ലെ. അപ്പൊ നമുക്ക് അത്ര കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റിയ ആൾക്കാരെ സപ്പോർട്ട് ചെയ്യാവുന്നത് സപ്പോർട്ട് ചെയ്യുക, അതൊക്കെ തന്നെയാണ് നമ്മൾ അറിയുന്നത്. പിന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ എനിക്ക് എന്തായാലും ആൻസർ ചെയ്യണമെന്ന് തോന്നുന്നുണ്ട്. കാരണം നമ്മുടെ കുട്ടികൾ എന്തുകൊണ്ട് വേറെ പുറത്തേക്ക് പോകുന്നു എന്നുള്ളത്. ഇപ്പൊ നോക്കൂ, നമ്മുടെ നാട്ടില് 95% മാർക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാലും ഒരു ജോലി കിട്ടാനുള്ള ഒരു ബുദ്ധിമുട്ട് അല്ലെ. അപ്പൊ നമ്മുടെ പാരന്റ്സ് എന്താ ചിന്തിക്കുക, ഒരു വീട് പണയപ്പെടുത്തിയാലും എൻ്റെ മകൻ ഒരു പുറത്ത് യൂണിവേഴ്സിറ്റി പോയി പഠിച്ചാൽ അവിടെ പിന്നെ എന്താ പറയുക പാർട്ട് ടൈം ജോലി ചെയ്യാം. അതിനകത്ത് ഒരുപാട് അത് ഒരു വലിയ ടോപ്പിക്കാണ് ചേച്ചി. അതിനകത്ത് ഒരുപാട് പ്ലസ് നെഗറ്റീവ് ആണ്. പക്ഷെ ബേസിക് ആയിട്ട് ആസ് എ കോമൺ മാൻ നമ്മൾ വിചാരിക്കും നമ്മുടെ മോൻ പുറത്ത് പോകുന്ന സമയത്ത് ജോലി കിട്ടാൻ എളുപ്പമുണ്ട്, അവന് ഒരുപാട് സേവ് ചെയ്യാം, അതുകൊണ്ട് നമ്മൾ വിടുന്നതാണ്. അപ്പം അത് നമ്മുടെ ഭരണാധികാരികൾ ചിന്തിക്കേണ്ട കാര്യമാണ്, യൂത്ത് ഇങ്ങനെ പുറത്ത് പോകുന്നത് ശരിയാണോ അല്ലയോ. ഇപ്പം ഞാനും പണ്ട് വിചാരിച്ചിരുന്നു നമ്മൾ മൈഗ്രേറ്റ് ചെയ്യാം. ഞാൻ മാൽഡീവ്സിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് അതൊരു ടെൻഡൻസി ആയിരുന്നു. എൻ്റെ കൂടെയുള്ള പലരും കാനഡയിലും ഓസ്ട്രേലിയയിലും ഒക്കെ മൈഗ്രേറ്റ് ചെയ്തു. പക്ഷെ എൻ്റെ വൈഫ് പറഞ്ഞു തന്നിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എപ്പോൾ പോയി കഴിഞ്ഞാലും യു ആർ ഗോയിങ് ടു ബി ദി ഇന്ത്യൻ ഒറിജിൻ അല്ലെ, യു വിൽ ബി നോൺ ആസ് ഓൾവേസ് ആൻ ഇന്ത്യൻ ഒറിജിൻ അല്ലെ. അപ്പം നമ്മുടെ നാട്ടിൽ നമ്മൾ കുറച്ചു കാലം പുറത്ത് പണിയെടുക്കുന്നു, പൈസ ഉണ്ടാക്കി നമ്മുടെ നാട്ടിലേക്ക് പൈസ അയച്ച് രാജാവിനെ പോലെ നമ്മുടെ നാട്ടിൽ ജീവിക്കാം. അത് എന്റെ പേഴ്സണൽ ഐഡിയോളജിയാണ്. ആളുകൾക്ക് എല്ലാവർക്കും ഡിഫറെന്റ് ആയിട്ടുള്ള ഐഡിയോളജി. എന്റെ കോൺസെപ്റ്റ് അതാണ്. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസം നമ്മൾ നാട്ടിൽ പുറത്ത് പണിയെടുക്കുന്നു, എന്നിട്ട് ബാക്കി പൈസ നമ്മൾ സേവ് ചെയ്യുന്നു, തിരിച്ചു വന്ന് നമ്മുടെ നാട്ടിൽ ജീവിക്കുന്നു. അതാണ് എന്റെ ഒരു കോൺസെപ്റ്റ്. പക്ഷെ പല ആളുകൾക്കും പല അതൊന്നും തെറ്റല്ല, ഓരോരുത്തർക്കും ഓരോ ഐഡിയോളജിയാണ്. അപ്പൊ ഒന്നും ഇപ്പൊ പല ആളുകളും പറയും എന്തിനാ പുറത്തേക്ക് പോകുന്നത്, അത് ഓരോരുത്തരുടെ താല്പര്യമാണ്, ഓരോരുത്തരുടെ ബാക്ക്ഗ്രൗണ്ട് സിനാരിയോ ആണ് അവരെ അതിലേക്ക് ഇതാക്കുന്നത്, പല കാരണങ്ങൾ. അതെ അതെ അതെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ആക്ച്വലി എൻ്റെ രണ്ടാമത്തെ മോൻ US-ലാണ്. അപ്പോൾ അവൻ സ്വന്തമായിട്ട് അവൻ പഠിച്ചതൊക്കെ നമ്മുടെ കേരളത്തിൽ തൃശ്ശൂരാണ് പഠിച്ചതെന്ന്. അവനൊരു ഇന്റീരിയർ ഡിസൈനറാണ്, വൈഫ് തൃച്ചിക്കാരിയാണ്. അപ്പോൾ ആ കുട്ടിയും BTech കഴിഞ്ഞു, MTech കഴിഞ്ഞു, MBA കഴിഞ്ഞു. എന്നിട്ട് അവർ നല്ല ഒരു അടിപൊളിയായിട്ട് ചെന്നൈയിൽ അവർ സ്വന്തമായിട്ട് ഒരു കൺസ്ട്രക്ഷൻ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് അവർ US-ലേക്ക് പോയത്. അപ്പം ഞാൻ ആ പോണതിൻ്റെ മുമ്പ് ഞാൻ ചോദിച്ചു എന്തിനാണ് അപ്പോൾ US-ൽ പോണത്. അപ്പോൾ മാസ്റ്റർ ഓഫ് മാസ്റ്ററിങ് എടുക്കാനാണ്. അതൊന്നുമല്ല, അത് എടുക്കുകയാണ്, അതൊരു സർട്ടിഫിക്കറ്റ് ആണ്, അത് ഒരു കോഴ്സ് പറഞ്ഞു. പക്ഷെ അവൻ്റെ വൈഫ് സിന്ധുജ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, മമ്മി എല്ലാ കുട്ടികളും ഓരോ സ്ഥലത്ത് ഈസി ആയിട്ട് എല്ലാവർക്കും പോണോടത്ത് എല്ലാവർക്കും പോവാം. അപ്പോൾ പോവാൻ, അതായത് US-ൽ പോവാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. ഇപ്പൊ പോവാൻ എക്സാം എഴുതുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട്. എസ്പെഷ്യലി നമ്മുടെ നാട്ടിലൊക്കെ പഠിച്ചിട്ട് ഇപ്പോൾ എൻ്റെ മോനെ സംബന്ധിച്ചിടത്തോളം അവനൊരു നാട്ടിൽ ഒരു ഇംഗ്ലീഷ് മീഡിയത്തിൽ സ്കൂളിൽ പഠിച്ചതാണ്. അത്ര ബ്രൈറ്റ് സ്റ്റുഡൻ്റ് അല്ല, ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു, സ്പോർട്സിൽ നല്ലതായിരുന്നു, പിന്നെ ഹാർഡ് വർക്കർ ആയിരുന്നു. അതായത് ഇപ്പോൾ രാത്രി ഉറങ്ങരുത്, ഈ ഒരു പ്രൊജക്ട് തീർക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഉറങ്ങാണ്ട് ചെയ്യും, ഡെഡിക്കേറ്റഡ് ആയിരുന്നു. അതേമാതിരി ഇപ്പോൾ ഒരാളിൽ പൈസ നോക്കാണ്ട് സർവീസ് അവർ ഉദ്ദേശിച്ച അതേമാതിരി അവൻ അതൊക്കെ ചെയ്തു കൊടുത്തായിരുന്നു. പക്ഷേ എന്നിട്ടും അവൻ US-ലേക്ക് പോകണം, 5 ഇയറിൻ്റെ ഒരു കോഴ്സ് പഠിക്കാൻ പോയി കൊടുക്കണം, മറ്റേ മോള് പിന്നെ 2 ഇയറിൻ്റെ ഒരു കോഴ്സ് പ്ലസ് ജോബും ചെയ്യണം അവിടെ. അപ്പോൾ അവിടെ പോകുമ്പോൾ അവരെന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, എല്ലാവരും ഇപ്പോൾ ഒരു വീട് ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഒരു ഫേർണിച്ചർ അല്ലെങ്കിൽ ഒരു ഇൻറ്റീരിയർ ചെയ്യുമ്പോൾ അപ്പോൾ അതുപോലെ നമ്മൾ ചെയ്യരുത്, നമ്മളുടെ ഒരു യുണീക്ക് പീസ് ആയിരിക്കണം, ഡിഫറെൻ്റ് ആയിരിക്കും. ബിക്കോസ് 10 വർഷം കഴിഞ്ഞിട്ട് അവിടെ ഈസി ആയിട്ട് എത്തുന്നതിന് മുമ്പ് ഞങ്ങൾ പോയിട്ട് അതൊക്കെ പഠിച്ച് നമ്മൾ നമ്മുടെ നാട്ടിൽ വന്നിട്ട് ചെയ്യുമ്പോൾ ഇറ്റ് മീൻസ് അതിന് ഒരു സ്പെഷ്യാലിറ്റി തന്നെ. അപ്പോൾ ഞാൻ മോള് പറഞ്ഞപ്പോൾ, സിന്ധു പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ബിക്കോസ് ഞാനിപ്പോൾ 57 റൺ ചെയ്യുന്നതാണ്. അപ്പോൾ
ഇന്നും ഞാൻ അപ്ഡേറ്റ് ചെയ്യാനും ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ എല്ലാവരോടും അതാ പറയുന്നത്, നമുക്ക് ക്ഷീണമില്ല, നമുക്ക് തോന്നണം നമ്മൾ ക്ഷീണിച്ചു എന്ന്.